എനിക്കിനി നമ്മുടെ 5 ഭർത്താക്കന്മാരെ സ്റ്റേജിലോട്ട് വേണം. അങ്ങനെ നമ്മുടെ 5 ഭർത്താക്കന്മാരും സ്റ്റേജിലെത്തി. ഇതിൽ നിന്ന് സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്ക് ഉയരുന്നൊരു ചോദ്യം, എത്ര പേരായിരിക്കും ഇന്ന് ഈ ഷോ വിട്ട് പോകേണ്ടി വരിക എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ആലോചിച്ചിരിക്കുകയാണ്. ആദ്യം ഞാൻ പറയാൻ പോകുന്ന പേര് എന്ന് പറയുന്നത് പറഞ്ഞു വിടാൻ പോണ ഒരാളുടെ പേര് അല്ല. ഈ 5 പേരിൽ നിന്നും ഞാൻ ആദ്യം സേഫ് സോണിൽ വിടാൻ പോകുന്നത്, വളരെ സന്തോഷത്തോടുകൂടി തന്നെ പറയാലോ, അത് സേഫ് സോണിലോട്ട് പോകേണ്ട ആള് എന്ന് പറയുമ്പോൾ സണ്ണിച്ചൻ. അഞ്ചു പേരിൽ നിന്നും ഒരാൾ കൊഴിയുമ്പോൾ ബാക്കി ഇവിടെ വരുന്നത് 4 പേരാകുമ്പോൾ ചങ്കിടിപ്പ് കൂടും. അബീസ്ക, ഷബീർ, സലിമുക്ക നാട്ടുകാരെ സംരക്ഷിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണെങ്കിലും സഹനശീലവും ദയാശീലവും എന്താ പറയാ സഹായക മനസ്കതയൊക്കെ കൂടുതലുണ്ടെങ്കിലും ഈ വേദിയിൽ ഒരു എലിമിനേഷനിൽ നിൽക്കുമ്പോൾ ഈ പറയുന്ന സലിമിക്ക പോലും ഒന്ന് പതറിപ്പോവും അല്ലെ? എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ചിട്ട് നമ്മൾ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ വരുമ്പോ നമുക്ക് ഒരു ഇതുമില്ല, മനസ്സ് ശൂന്യമാണ്. നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് മനസ്സ് തുറന്ന് പറയാം. നമ്മളുടെ യഥാർത്ഥ ലൈഫാണിത്. നമ്മൾ പുറത്ത് ഇറങ്ങുമ്പോ എന്തെങ്കിലുമൊക്കെ മറച്ചു പിടിക്കും, എന്തെങ്കിലുമൊക്കെ ജാട കാണിക്കും. ഇവിടെ നമ്മൾ ഉടുത്ത മുണ്ടും ഷർട്ടും അല്ലാതെ വേറെ ഒരു വെച്ചുകെട്ടും നമ്മുടെ മനസ്സിലില്ല. അതുകൊണ്ടാണ് നമുക്ക് സങ്കടം വരുന്നത്. അടുത്ത സേഫ് സോണിൽ പോകുന്ന ആളെ ഞാൻ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. അത് ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. ഇവർ ഒറ്റയ്ക്ക് നിന്നാൽ അപൂർണരാണ് അല്ലെ? ഒരിടത്തും ഇവർ ഒറ്റയ്ക്ക് നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ലാത്തവരാണെന്നൊക്കെ ഇവരുടെ ഭാര്യയെ പറ്റി ഒരു നെഗറ്റീവ് പോലും കിട്ടാത്ത ആൾക്കാർ ഇവിടെയുണ്ട്. ഒരൊറ്റ നെഗറ്റീവ് പോലും കിട്ടാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഇവിടെയുണ്ട്. അപ്പോൾ ഇവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ തീർച്ചയായിട്ടും പേടിയുണ്ടാവും. അപ്പൊ എന്ത് വേണം? ഇവരുടെ ഭാര്യമാരെ നമുക്ക് വിളിക്കാൻ വേദിയിലോട്ട്. അങ്ങനെ ശരിയാണ്, ഇവർ ഒറ്റയ്ക്ക് നിന്നാൽ എപ്പോഴും അപൂർണരെ. ഇവർ ജീവിതകാലം മൊത്തം ഇതുപോലെ തന്നെ ചേർന്ന് തന്നെ നിൽക്കട്ടെ. ഇപ്പൊ ഷിനുവിനും ഷബീറിനും ഇച്ചിരി ഗ്യാപ്പ് പോലും ഇട്ട് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ കേട്ടോ. അത് മാത്രമേ ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസയും പ്രാർത്ഥനയൊക്കെ. അപ്പൊ എനിക്കിനി എന്റെ ചോദ്യം ഉള്ളത് ഭർത്താക്കന്മാരോടല്ല, മൈക്ക് ഭാര്യമാർക്ക് കൊടുക്കുക. ആദ്യം രഞ്ജിനിയോട് ചോദിക്കട്ടെ, ഭാര്യമാരുടെ ചാൻസ് ആണ്. രഞ്ജിനി, എന്റെ ചോദ്യം കുറച്ച് വേദനിപ്പിക്കുന്നതാണെങ്കിൽ ക്ഷമിക്കുക. ഇവിടുന്ന് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ എന്താണ് രഞ്ജിനിക്ക് പെട്ടെന്ന് പറയാൻ തോന്നുന്നത്? നല്ല വിഷമമുണ്ട്. പോയി കഴിഞ്ഞാൽ എന്നുവെച്ചാ എന്റെ ഇഷ്ടത്തിന് വേണ്ടി പ്രവീണുണ്ട് ഇവിടെ. എന്റെ വാശിക്കാണ് ശരിക്കും പറഞ്ഞാൽ വന്നത്. എന്നിട്ടും ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്തൊക്കെ പറഞ്ഞു പറ്റില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് വേണ്ടിയാണ് പ്രവീണ, എന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് വന്നത്. അപ്പോ അതുമൂലം പ്രവീണന്റെ കുറച്ച് നഷ്ടങ്ങളൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് പോലും സാമ്പത്തികമായിട്ടൊന്നല്ല, മൊത്തത്തിലൊരു നെഗറ്റീവ്, ചെറിയ നെഗറ്റീവ് ഒക്കെ വന്നു. അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായി. ആ ഒരു വിഷമം എനിക്കുള്ളൂ. അല്ല, ഇപ്പൊ ആദ്യം ഉണ്ടായിരുന്ന അമ്പലത്തിൽ നിന്ന് മാറേണ്ടി വന്നു. പിന്നെ കുറെ പേര് നെഗറ്റീവായിട്ട്, കുറച്ച് പേരെങ്കിലും നെഗറ്റീവായിട്ട് എടുത്തു. ഈ അമ്പലത്തിലെ തന്ത്രി എന്തിനാണ് പുറത്ത് മത്സരത്തിന് പോകണെന്നോ കുറച്ച് പേര് നെഗറ്റീവായിട്ട് എടുത്തു. പക്ഷെ കൂടുതൽ പേരും പോസിറ്റീവായിട്ടാണ് കൂടുതൽ പേര്. അതുകൊണ്ടാണ് അടുത്ത അമ്പലത്തിൽ വിളിച്ചില്ലേ? പക്ഷെ ഇപ്പൊ അടുത്ത അമ്പലത്തിൽ അവര് ഭയങ്കര പോസിറ്റീവായിട്ട് അവർക്ക് ഞങ്ങൾ പരമാവധി ഇത് കഴിയുന്നവരെ ഒഴിഞ്ഞു മാറാൻ നോക്കിയിട്ടും അവര് തന്നെയാണ് പരമാവധി അത്രയും ഇതെടുത്ത് അവര് വിളിച്ചു. കണ്ട പോയി. അടുത്ത പ്രശ്നം വന്നാലും അപ്പുറത്തെ ഉണ്ട് നമുക്ക് ആൾക്കാര്. ഒരു കുറച്ച് പേരെങ്കിലും നെഗറ്റീവായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു നെഗറ്റീവ് പ്രവീണായിട്ട് ഞാൻ കാരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കാണ്. പോകണമെങ്കിൽ നല്ല വിഷമമുണ്ട്. രഞ്ജിനിയുടെ ഒരു വാശിപ്പുറത്താണ് പ്രവീൺ വന്നത്. അവരുടെ അമ്പലത്തിന്റെ ഒരു കാര്യം ഒഴിച്ച് രഞ്ജിനി അല്ലാണ്ട് നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ലേ ജീവിതത്തിൽ, ഇല്ലേ? അതിൽ നമുക്ക് സന്തോഷിക്കാം കേട്ടോ. സമീറ, ഈ വേദി ഒരു ഭയങ്കര സന്തോഷം തന്ന വേദിയാണ്. പിന്നെ ഇവിടുന്ന് പോകേണ്ടി വന്നാൽ വിഷമവുമാണ്. ഇത്രയും നല്ലൊരു വേദി, ഇത്രയും ജനങ്ങൾ കാണുന്ന ഇത്രയും പോപ്പുലറായ ഒരു പരിപാടിയിൽ ഞങ്ങൾ വന്നതിൽ ഔട്ടാവാനേ ശരിക്കും വിഷമം. അതുകൂടാതെ ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേർ ഫ്രണ്ട്സ് ഓരോരുത്തരും
ഭയങ്കര അടുപ്പം, ഭയങ്കര സ്നേഹം, അതിലൊക്കെ ഉപരി ഇത്രയും ജനങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ കയറിയല്ലോ. ആ ജനങ്ങളുടെ മനസ്സിൽ ഇനി എന്നും ഉണ്ടാവണം. അത് ഞങ്ങൾ ഇവിടുന്ന് ഔട്ടായാലും ഉണ്ടാവണം എന്നൊരു അഭ്യർത്ഥന. താങ്ക് യു സമീറ. കുറച്ച് നാളത്തേക്കെങ്കിലും മനസ്സിൽ താങ്ങാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. അതിന്റെ വിഷമം നിങ്ങൾ പുറത്ത് കാണിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഷീനു, ഇവര് പറഞ്ഞതുപോലെ ഇവരിൽ നിന്നെല്ലാം വിട്ടുപോകാൻ എനിക്കും നല്ല വിഷമമുണ്ട്. കാരണം വീട്ടിലടച്ചിരിക്കുന്ന ഒരു പെണ്ണാണ് ഞാൻ. ജോലിക്കൊന്നും പോകുന്നില്ല, അല്ലാതെ പുറത്തു പോകുന്നല്ലാതെ നമുക്ക് ഇങ്ങനെ ഒരു ഇതുവരെ ഒരു വേദി കിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു വേദി ഇട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഞാൻ സന്തോഷത്തോടു കൂടി തന്നെയാണ് തിരിച്ചു വന്നിരുന്നത്. സന്തോഷത്തോടു കൂടി തന്നെ ഇറങ്ങി പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കരഞ്ഞ് വിളിച്ചൊന്നും ഞാൻ പോകാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. കാണുന്ന ഒരുപാട് ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ എന്റെ താങ്ക്സ് ഉണ്ട്. ആര് കരഞ്ഞാലും ഷീനു കരയില്ല എന്ന് എനിക്കറിയാം. കാരണം ഇവിടെയുള്ള കണ്ടസ്റ്റൻസിൽ ഏറ്റവും ബോൾഡായ ഒരു കുട്ടിയെന്ന് എനിക്ക് വിശേഷിപ്പിക്കേണ്ട ഷിനുവിനെ തന്നെയാണ്. അപ്പൊ ഇനി ഞാൻ റിസൾട്ടിലോട്ട് പോവുകയാണ്. 3 ഫാമിലീസ് ആണ് നമ്മളോടൊപ്പം ഉള്ളത്. അതിൽ 2 ഫാമിലീസ് ഇന്ന് നമ്മളോട് യാത്ര പറയേണ്ടതായിട്ടിരിക്കുന്നു. ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് സേഫ് സോണിൽ പോണ ഫാമിലിനെ അല്ല, നമ്മളോട് ബൈ പറയുന്ന ഒരു കുടുംബത്തെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. തുല്യ മാർക്കുകളും ഒക്കെ വന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷനിലായിരിക്കും ആരാണ് ഇന്ന് ഔട്ടാകാൻ പോണത്. അധികം ഞാൻ ടെൻഷൻ അടിപ്പിക്കുന്നില്ല. എന്നാലും ഞാൻ വളരെ വിഷമത്തോടു കൂടി എന്നിൽ അടങ്ങിയിരിക്കുന്ന കർത്തവ്യം ഞാനിവിടെ നിറവേറ്റുകയാണ്. എന്റെ പങ്കല്ല, എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു റിസൾട്ട് ഞാനിവിടെ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. ഈ അനൗൺസ് ചെയ്യുന്ന കുടുംബം ഒരുപക്ഷെ തീർച്ചയായിട്ടും യാതൊരു കാരണവശാലും ഇവരത് പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. വെരി സോറി ടു സേ പ്രവീൺ ആൻഡ് രഞ്ജിനി. എനിക്ക് വേറെ പറയാനൊന്നുമില്ല, കാരണം ഇതൊരു റിയാലിറ്റി ഷോ ആയിരുന്നു. പിന്നെ ഞാൻ ഇത്ര വരെ എത്തിയല്ലോ. ഞാൻ ആ വന്ന കാലം മുതൽ ഇപ്പൊ പുറത്തു പോകും വിചാരിച്ചിരുന്നൊരു വ്യക്തിയാണ്. പക്ഷെ ഇത് ഈ റൗണ്ട് വരെ എത്താൻ പറ്റി എന്നുള്ളത് അതെന്റെ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റി, അതും ഒരു പ്ലസ് പോയിന്റ് ആണ്. പോകുന്നവരാരും മോശം ഭർത്താക്കന്മാരല്ല. അപ്പോ ഉള്ളതിൽ ബെറ്റർ ആയിട്ടുള്ളവര് ചിലപ്പോ എത്തിയേക്കാം. ഞാൻ ഈ മറുപടി പ്രതീക്ഷിച്ചില്ല. സത്യമായിട്ട് ഞാൻ പ്രവീണിൽ നിന്ന് ഈ മറുപടി പ്രതീക്ഷിച്ച നല്ലൊരു കൈയടി കൊടുക്കാൻ പ്രവീണിന്. രഞ്ജിനി അഭിമാനിക്കാം. പ്രവീണിനെ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് സത്യമായിട്ട്. അപ്പോ വന്നതിൽ പ്രവീൺ ഒരു വിഷമം ഉണ്ടാവില്ല. ഭാര്യയായിട്ട് പ്രവീൺ സത്യത്തിൽ ഇതൊരു നല്ലൊരു അവസരമായിട്ട് ജീവിതകാലം നിങ്ങൾക്ക് പങ്കുവെക്കാനുള്ള ഒരു നല്ലൊരു വേദിയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കപ്പിള. താങ്ക്സ്. പ്രവീണിന്റെ സ്വഭാവത്തിൽ തന്നെ ഒത്തിരി ചേഞ്ചസ് ഈ ഷോയിലൂടെ വരുത്താൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ ഇനിയുള്ള അമ്പലത്തില് എന്താ പറയാ, എല്ലാവിധ സന്തോഷങ്ങളും ഉണ്ടാവട്ടെ. അവിടുത്തെ ഏറ്റവും നല്ലൊരു തന്ത്രിയായിട്ട് ഇരിക്കട്ടെ. ഉയർന്ന പോസ്റ്റിൽ പ്രവീണിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ ഒരു ശബരിമല ആ ഒരു റേഞ്ചിലൊക്കെ എത്തണം എന്നാണ് പ്രവീണിന്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം. അതൊക്കെ സംഭവിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാവും. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെറുതെയല്ല ഭാര്യ സീസൺ 2 വിജയിക്ക് 1ാം സമ്മാനം ക്രിസ്റ്റൽ ഗ്രൂപ്പ് നൽകുന്ന 75 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെറുതെയല്ല ഭാര്യ സീസൺ 2 നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബ്രൈറ്റ്സ് ഓഫ് ഇന്ത്യ. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. പവേർഡ് ബൈ